വി.ഡി. സതീശനല്ലേ പറഞ്ഞത് മെയ് 15 മുതലായിട്ട് ഫ്രീ സൗജന്യ യാത്ര ചെയ്യാമെന്ന്. സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും നമ്മൾ. അവർ പറഞ്ഞതാണ്, അവർ മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റർമാരുടെ ക്യാബിനറ്റ് രൂപീകരണം ആയ ശേഷം നമുക്ക് കൊടുക്കാൻ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞ അനുസാരം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇന്ന് നീതി കിട്ടും. മെയ് 15 എത്തിയെന്ന് പറഞ്ഞ് ചില സ്ത്രീകൾ ഇപ്പോഴേ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എവിടെയെന്ന് പറഞ്ഞ്. പക്ഷെ ചേച്ചിയെ ഇതുവരെ സർക്കാർ സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല. അതൊന്നും ഓർത്താൽ കൊള്ളാമായിരുന്നു. മുഖ്യമന്ത്രി ആരെന്ന് ഒന്ന് കണ്ടുപിടിച്ച് വന്നതേയുള്ളൂ. അതുകൊണ്ട് മാത്രം ഒരു പദ്ധതി ഒറ്റ രാത്രി കൊണ്ട് നടപ്പിലാകില്ല ചേച്ചിയെ. എന്റെ പൊന്നു ചേച്ചിമാരെ, ഒരു മുഖ്യമന്ത്രിയുടെ പേര് കേട്ടത് കൊണ്ട് മാത്രം മതിയോ? നമുക്ക് കുറച്ച് മന്ത്രിമാരും അതിലുപരി ഒരു ഗതാഗത മന്ത്രിയും വകുപ്പുകളും ഫയലുകളും അങ്ങനെ പല ഔദ്യോഗിക നടപടികളും വന്ന ശേഷമാണ് ഇതുപോലെയുള്ള വലിയ വലിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്. സർക്കാർ രൂപീകരണത്തിന് മുൻപേ എന്തിന് ചേച്ചി ഇങ്ങനെ വിമർശിക്കണം? പിന്നെ ചേച്ചി മറ്റൊരു കാര്യം പറയാം, ഇത് നമ്മളെ സ്ത്രീകൾക്ക് ഒത്തിരി മാനക്കേടാട്ടോ. നമ്മളൊട്ടും ബോധമില്ലാത്തവരാന്ന് വിചാരിക്കും.